ഹായ് ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ രഞ്ജു അനാർക്കലി തല്ലാൻ വേണ്ടി കൈ ഓങ്ങുന്നുണ്ടല്ലേ. അപ്പോഴാണെങ്കിലോ ഗീതു വിളിക്കുന്നുണ്ട്, രഞ്ജു അങ്ങനെ ചെയ്യരുത്, അമ്മയുടെ പ്രായമുള്ള ഒരാളെ നമ്മൾ തല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അനാർക്കലി പറയുന്നുണ്ട്, നിന്നെയും നിൻ്റെ ഏട്ടനെയും ഞാൻ കൊന്നിട്ട് ഒരു കുഴിയിൽ കുഴിച്ചു മൂടും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നീടാണെങ്കിലോ നമ്മുടെ രഞ്ജു പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കുമായിരിക്കും, പക്ഷേ എൻ്റെ ഏട്ട ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കില്ല എന്നൊക്കെ രഞ്ജു പറയുന്നുണ്ട്. ഇത് കേട്ട അനാർക്കലി പറയുന്നുണ്ട്, അവനല്ല അവൻ്റെ അച്ഛൻ മാധവൻ നായർ വിചാരിച്ചിട്ട് പോലും എന്നെ പേടിപ്പിക്കാൻ പറ്റിയിട്ടില്ല, പിന്നെയാണോ ഇനി അവൻ വിചാരിക്കണേ? ആനയെ പേടിക്കാത്ത ഞാനെങ്ങനെ ആനപ്പിണ്ടത്തെ പേടിക്കാനാ എന്നൊക്കെ അനാർക്കലി പറയുന്നുണ്ട്. പിന്നീടാണെങ്കിലോ അനാർക്കലി നമ്മുടെ ഭാസ്കരനോടും മാർഗഴിയോട് സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. ആരും സമ്മതിക്കാത്തപ്പോൾ ഞാനാണ് അവളുടെ കല്യാണം നടത്തി കൊടുത്തത്, ഞാനാണ് അവളെ ധ്യാനം ഏൽപ്പിച്ചത്, എന്നിട്ട് അവൾ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, എന്നിട്ട് എന്നെ തല്ലാൻ വേണ്ടി കൈ ഓങ്ങിയല്ലോ, എനിക്ക് ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നു എന്നൊക്കെ അനാർക്കലി പറയുന്നുണ്ട് ഭാസ്കരനോടും നമ്മുടെ മാർഗഴിയോടും. അവർ രണ്ടുപേരും ആണെങ്കിൽ ഒന്നും മിണ്ടാത്തതൊക്കെ കേട്ട് നിൽക്കുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് അജാസും ഗോവിന്ദും സംസാരിക്കുന്നതാണ്. അജാസിനോട് ഗോവിന്ദ് പറയുന്നുണ്ട്, രഞ്ജുവിന് ചികിത്സ തുടങ്ങുന്നതിന് മുന്നേ അവളെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാർഗഴി ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്, നമ്മുടെ ഗീതുവിനെ പോലെ ഡ്രസ്സ് ധരിച്ചിട്ട്. ഇപ്പം ഞാൻ അവളോട് പറഞ്ഞില്ലേ അവളുടെ ചികിത്സ വേണ്ടാന്ന്, ഇനി ഏത് വിധേനയും അവൾ മരുന്നെത്തിക്കാൻ ശ്രമിക്കും, അതാണ് നമുക്ക് വേണ്ട അജാസെ, ആ സമയത്ത് നമുക്ക് അവളെ പൂട്ടണം എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം മാർഗഴിക്ക് മരുന്നെത്തിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം. ഇതുപോലുള്ള ഗീതാ ഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.